പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹവേദിക്ക് പുറത്ത് വൻ താരനിര മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് അടക്കം അവരുടെ കുടുംബങ്ങളും അടക്കം വലിയ താരനിര അവിടെ എത്തിച്ചേർന്നു. ഭാഗ്യയ്ക്ക് ആശംസകൾ അർപ്പിക്കാൻ, വരന് ആശംസകൾ അർപ്പിക്കാനായി അവരെല്ലാം വിവാഹവേദിക്ക് പുറത്തുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായിരുന്നു ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഉള്ളതിനാൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ക്ഷേത്ര സന്നിധിക്കുള്ളിൽ പ്രവേശനം. പ്രധാനമന്ത്രിയാണ് മാലയേറ്റ് നൽകി വധൂവരന്മാരെ ആശംസിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ നയിച്ചത്. ഇരുവർക്കും മംഗളാശംസകൾ നേർന്നത്. ഇരുവരും വിവാഹത്തിനു ശേഷം പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വീണ അനുഗ്രഹവും വാങ്ങി. ഇതിനൊക്കെ ശേഷമാണ് അദ്ദേഹം വേദി വിട്ടത്. ഇനി തൃപ്രയാർ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി. ശ്രീവത്സം ഓഡിറ്റോറിയത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം ഇപ്പോൾ വീണ്ടും ശ്രീകൃഷ്ണ കോളേജ് റോഡിലെ ഹെലിപാഡിലേക്ക് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും പ്രേക്ഷകർ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുള്ള ഭാഗ്യയുടെ വിവാഹ സമയത്തുണ്ടായ ദൃശ്യങ്ങളാണ്. മറ്റ് വിവാഹങ്ങളൊക്കെ ഇപ്പോൾ എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചൊക്കെ അവിടെ വലിയ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും അതെല്ലാം മാറ്റി വിവാഹങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു, അല്ലെങ്കിൽ വീണ്ടും വിവാഹങ്ങളൊക്കെ ക്രമീകരിച്ചു തുടങ്ങി. വിവാഹങ്ങളൊക്കെ നടക്കുന്നു, ചടങ്ങൊക്കെ പുനരാരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനിൽ ചേർന്നു. ബിനിൽ, ഈ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വിവാഹമൊക്കെ അവിടെ വീണ്ടും ആരംഭിച്ചു തുടങ്ങിയോ? നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് വലിയ തിരക്ക് അവിടെ കണ്ടിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ അവിടെ എത്തി. ദർശനം നടത്താതെ നിൽക്കുന്നവരും പ്രധാനമന്ത്രിയെ കാണാൻ നിൽക്കുന്നവരും അടക്കം വലിയ തിരക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ടോ ബിനിൽ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്കുകൾക്ക് അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവാഹങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 5 മണി മുതൽ 6 മണി വരെ 18 വിവാഹങ്ങൾ നടന്നു. പിന്നീട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് വിവാഹങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ വിവാഹങ്ങളാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വീണ്ടും വിവാഹങ്ങൾ തുടങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആശീർവദിച്ച വധൂവരന്മാരുടെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവർ വിവാഹത്തിന് മുൻപാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളെയും ഭർത്താവിനെയും ആശീർവദിച്ചതിനൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനെത്തിയ മറ്റ് വധൂവരന്മാരെയും ആശംസിച്ചിരുന്നു. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ആശംസകളൊക്കെ ലഭിച്ച വധൂവരന്മാരുടെ ഒരു വിവാഹമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഗുരുവായൂരിൽ വീണ്ടും വിവാഹം പുനരാരംഭിച്ചിരിക്കുന്നു. ഇനി ഏതാണ്ട് 40ഓളം വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നിനി നടക്കാനുള്ളത്. രാവിലെ 5 മണി മുതൽ 6 മണി വരെ ആദ്യഘട്ടത്തിൽ 18 വിവാഹങ്ങൾ നടന്നിരുന്നു. പിന്നീട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ആ വിവാഹങ്ങൾ മാറ്റുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ മാറ്റിവെച്ച വിവാഹങ്ങൾ, അതായത് സമയക്രമത്തിന് ശേഷമുള്ള വിവാഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ വധൂവരന്മാരെ നേരത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആശീർവദിച്ചിരുന്നു. അവരുടെ വിവാഹമാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തിരികെ പോയിരിക്കുന്നു. ഇനി അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്ന് ഇനി ഹെലികോപ്റ്റർ മാർഗം തൃപ്രയാറിലേക്ക് പോവുകയാണ്.